കുരുവിയും കാട്ടുതീയും. കാട്ടിൽ തീ പടർന്നു. പക്ഷികളും മൃഗങ്ങളും ജീവന് വേണ്ടി പരക്കം പാഞ്ഞു. ഒത്തിരി മൃഗങ്ങൾ കാട്ടുതീയിൽ വെന്തു മരിച്ചു. ഈ സമയത്ത് ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്ന് കൊച്ചു ചുണ്ടിൽ വെള്ളം നിറച്ച് ആളിക്കത്തുന്ന കാട്ടുതീ കെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. കുരുവി ഇത് പല തവണ ആവർത്തിച്ചു. ഇത് കണ്ട് മഴദേവൻ കുരുവിയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചു, "നീ എന്ത് മടയത്തമാണ് ഈ കാണിക്കുന്നത്? ഇത്തിരി പോന്ന നിനക്ക് ഈ കാട്ടുതീ കെടുത്താനാകുമോ?" കുരുവി പറഞ്ഞു, "ഈ കാട്ടുതീ ഒത്തിരി പക്ഷികളുടെയും മൃഗങ്ങളുടെയും ജീവനെടുക്കുന്നത് കാണുന്നില്ലേ? അങ്ങേക്ക് ശക്തമായ ഒരു മഴ കൊണ്ട് ഈ കാട്ടുതീ അണയ്ക്കാം. ഞാൻ എനിക്കാവുന്നത് ചെയ്യുന്നു." ഇത്രയും പറഞ്ഞ് കുരുവി തൻ്റെ ജോലി തുടർന്നു, തീ തൻ്റെ ജീവനെടുക്കും വരെ. എല്ലാവരും കുരുവിയും കാട്ടുതീയും എന്ന കഥ കേട്ടുവല്ലോ. ഈ കഥ നമ്മോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രകൃതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്ന ഒരു നാടോടി കഥയാണ് ആനന്ദ് എഴുതിയ കുരുവിയും കാട്ടുതീയും. കാട്ടിൽ തീ പടർന്നു പിടിക്കുമ്പോൾ എല്ലാ ജീവികളും ജീവൻ രക്ഷിക്കാനായി പരക്കം പായുന്നു. എന്നാൽ ഒരു കൊച്ചു കുരുവി മാത്രം പുഴയിൽ നിന്നും വെള്ളമെടുത്ത് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നു. കുരുവിയുടെ ഈ എളിയ ധീരമായ ശ്രമത്തെ മഴദേവൻ പരിഹസിക്കുന്നു. മഴദേവന് നിസാരമായി ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയാണ് കാട്ടുതീ അണയ്ക്കുക എന്നത്. എന്നാൽ അദ്ദേഹം അത് ചെയ്യുന്നില്ല. അതിനാൽ തന്നാലാവുന്നത് താൻ ചെയ്യുന്നു എന്ന് പറഞ്ഞ് കുരുവി കാട്ടുതീ തന്റെ ജീവൻ എടുക്കും വരെയും ആ പ്രവൃത്തി തുടർന്നു. നാം ജീവിക്കുന്ന ഈ പ്രകൃതിയെ സംരക്ഷിക്കാനായി ഓരോരുത്തരും പരിശ്രമിക്കണം എന്നാണ് ഈ കഥ നമ്മോട് പറയുന്നത്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ശ്രമങ്ങൾ തന്നെയാണ് വലിയ വലിയ ദുരന്തങ്ങളിൽ നമ്മെ താങ്ങി നിർത്തുന്നതും അതിജീവനത്തിന് പ്രേരിപ്പിക്കുന്നതും.